DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാനുമായി അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം 2 ആഴ്ച കഴിഞ്ഞതോടെ രാജ്യത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെയും വാണിജ്യ സിലിണ്ടറുകളുടെയും വിതരണത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗവും ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനാൽ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും വീഡിയോ പൂർണ്ണമായും കണ്ട് വരും ദിവസങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള LPG ക്ഷാമം നേരിടാൻ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഉപഭോഗം നിരീക്ഷിക്കാൻ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാകും രൂപീകരിക്കുക. ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള LPG വിതരണത്തിൽ ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയ്ക്കാകും പ്രഥമ പരിഗണനയെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലും എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലകളിലും പാചകവാതക ബുക്കിങ്ങിനുള്ള ഇടവേള കേന്ദ്ര സർക്കാർ 25 ദിവസത്തിൽ നിന്ന് 45 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. പകരം വിറക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളെന്ന് കണക്കാക്കിയാണിത്. കേരളത്തിലെ 98 ലക്ഷത്തിലേറെ ഗാർഹിക LPG കണക്ഷനുകളിൽ പകുതിയോളവും ഈ മേഖലകളിലാണ്. നഗരങ്ങളിൽ വിതരണം മുടങ്ങാതിരിക്കാനാണ് കേന്ദ്രത്തിന്റെ പുതിയ നിയന്ത്രണങ്ങൾ. നഗരങ്ങളിൽ 25 ദിവസമാണ് റീഫിൽ കാലാവധി. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കുമുള്ള വാണിജ്യ സിലിണ്ടറുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിമാസ ശരാശരി ഉപയോഗത്തിന് വേണ്ട സിലിണ്ടറുകളുടെ 1/5 മാത്രമാകും നൽകുക. പൂഴ്ത്തിവെപ്പ് തടയാനാണിതെന്നാണ് വിശദീകരണം. LPGക്ക് പകരം മണ്ണെണ്ണ, വിറക്, കൽക്കരി, ചാണകവരളി തുടങ്ങിയവ ഉപയോഗിക്കാൻ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 1 മാസത്തെ ഇളവ് അനുവദിച്ചു. ഇക്കാര്യം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളെ അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. പാചകവാതക ക്ഷാമം മൂലം സംസ്ഥാനത്തെ 40% ഹോട്ടലുകളും ഇന്നലെയോടെ പ്രവർത്തനം നിർത്തിയതായി ഹോട്ടൽ ഉടമകളുടെ സംഘടന അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കോഴിക്കോട്ടും കൊച്ചിയിലുമാണ്. പല ഹോട്ടലുകളും മെനുവിൽ മാറ്റം വരുത്തി. വിഭവങ്ങൾ കൂടുതൽ വേണ്ടതിനാൽ പലരും ഊണൊഴിവാക്കി. വിറകടുപ്പിലേക്ക് മാറുന്ന ഹോട്ടലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്നാൽ സ്ഥലപരിമിതിയും പരിചയക്കുറവും പ്രശ്നമാണ്. വിറക് വിലയും കൂടിയിട്ടുണ്ട്. പാചകവാതക ക്ഷാമം തടയാൻ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ജനകീയ അടുക്കളകൾ, IT പാർക്ക്, ഫാക്ടറി ക്യാന്റീനുകൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകി മാർഗരേഖ പുറപ്പെടുവിക്കാമെന്ന് പാചകവാതക കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. ശ്മശാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പ് മണ്ണെണ്ണ വിതരണം കാര്യക്ഷമമാക്കുകയും ചെയ്യും. പാചകവാതക ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും പ്രതിസന്ധി പരിഹരിക്കാൻ തടസ്സങ്ങളേറെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇറക്കുമതിയുടെ 90% മുടങ്ങിയതാണ് കേന്ദ്ര സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ആവശ്യമായ LPGയുടെ 62% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിന്റെ 90% വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഖത്തർ, UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെയാണ് ഇതിനായി ഇന്ത്യ ആശ്രയിക്കുന്നത്. റഷ്യയിൽ നിന്ന് LNG വാങ്ങാൻ ഗെയിലിന് ദീർഘകാല കരാറുണ്ടെങ്കിലും US-ഉമായുള്ള വ്യാപാര കരാറിനെ തുടർന്ന് അളവ് കുറച്ചിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ പ്രതിസന്ധി മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തെങ്കിലും സംഘർഷം നീണ്ടതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. മറ്റു വഴികളിലൂടെ ആവശ്യത്തിനനുസരിച്ച് LNG എത്തിക്കാൻ കഴിഞ്ഞില്ല. വ്യവസായങ്ങൾക്ക് LNG നൽകുന്നത് നിർത്തിയും വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ നൽകുന്നത് വെട്ടിക്കുറച്ചും LPG, PNG, CNG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാനാണ് നീക്കം. ഉൽപാദനം കൂട്ടാൻ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് LPG ഉൽപാദനം 28% കൂട്ടാൻ കഴിഞ്ഞുവെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിന് പകരം ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയും LNG കൊണ്ടുവരാൻ ഇന്ത്യൻ കമ്പനികൾ ധാരണയിലെത്തിയിട്ടുണ്ട്. LNGയുമായി 2 കപ്പലുകൾ അടുത്ത ദിവസം ഇന്ത്യയിലെത്തും. എന്നാൽ ഹോർമുസ് വഴിയുള്ള കുറവ് നികത്താൻ ഇത് മതിയാകില്ല. യുദ്ധം അവസാനിച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്നാലും പ്രകൃതിവാതക ലഭ്യത പഴയ തോതിലാകാൻ പിന്നെയും മാസങ്ങൾ വേണ്ടിവരുന്ന സ്ഥിതിയാണുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.